ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ നമുക്കൊരു വ്ളോഗ് കണ്ടാലോ. ഞാനും കുട്ടിയും അമ്മലും ചേട്ടായും കൂടെ അടുത്തുള്ളൊരു അമ്പലത്തിൽ ഉത്സവത്തിന് പോവുകയാണേ. കുട്ടികളൊക്കെ ഭയങ്കര ഹാപ്പി ആയിരുന്നു. വീടിൻ്റെ അടുത്ത് തന്നെയാട്ടോ ഈ അമ്പലമുള്ളത്. അടുത്ത് തന്നെ ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഞങ്ങൾ വീട്ടിൽ നിന്ന് പുറപ്പെട്ട് അമ്പലപ്പറമ്പിലെത്തി. ചേട്ടായാണെങ്കിൽ വണ്ടി പാർക്ക് ചെയ്യാനായിട്ട് പോയായിരുന്നു. ആ സമയം ഞാൻ പൂ വാങ്ങി കുറച്ച് പിള്ളേർക്ക് വെച്ച് കൊടുത്തു. അതറിയാതാണെങ്കിൽ ചേട്ടായും കൂടി കുറച്ച് മുല്ലപ്പൂ വാങ്ങിക്കൊള്ളുന്നു കേട്ടോ. കിട്ടിയ പൂവെല്ലാം കൂടി ഞങ്ങൾ തലമുടിയിൽ വെച്ചിട്ട് അങ്ങനെ ഞങ്ങൾ അമ്പലം നോക്കി നടന്നുകൊണ്ടിരിക്കുകയാണേ. എല്ലാ വർഷവും ഭയങ്കര തിക്കും തിരക്കൊക്കെ ആയിരിക്കും, പക്ഷേ ഈ വർഷം അത്രയ്ക്ക് തിരക്കും ഇല്ലായിരുന്നു കേട്ടോ. അത്യാവശ്യം നടന്നു പോകാൻ പറ്റുന്ന അത്ര തിരക്കേ ഉണ്ടായിരുന്നുള്ളൂ. അല്ലെങ്കിൽ കാണാൻ നമ്മൾ നടക്കുകയും വേണ്ടി നിന്നും എടുത്താൽ മതി, പുറകുന്ന ആളുകൾ തള്ളി കൊണ്ടുപോകും. പക്ഷേ ഇപ്രാവശ്യം അത്ര തിരക്കൊന്നും ഇല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ പിള്ളേരെ കൂട്ടിക്കൊണ്ടുപോകാനായിട്ട് ഞങ്ങൾക്ക് അത്ര ബുദ്ധിമുട്ടും ഉണ്ടായിരുന്നില്ല. കുട്ടികൾക്ക് മുതിർന്നവർക്കും കളിക്കാനായിട്ട് ഒരുപാട് കളിയന്ത്രങ്ങളുണ്ടായിരുന്നു. അതിലവർക്ക് ഇഷ്ടപ്പെട്ടതിലൊക്കെ ഞങ്ങൾ കയറ്റി കളിപ്പിച്ചായിരുന്നു കേട്ടോ. എന്നാലും കുട്ടിയമ്മയും അമ്മയും ഭയങ്കര പേടിയായിരുന്നു. അങ്ങനെ അവർക്ക് ഇഷ്ടമുള്ളതിൽ മാത്രം കയറ്റി കളിപ്പിച്ച് ഞങ്ങളങ്ങനെ ഒരുപാട് എൻജോയ് ചെയ്തിരുന്നു. ഓരോ കളിസാധനത്തിൽ കയറാനായിട്ട് ഞങ്ങൾക്ക് വേണ്ടി വന്ന സമയം ഏകദേശം 1 മണിക്കൂറെങ്കിലും. കാരണം എന്താണെന്ന് വെച്ചാൽ അത്രയ്ക്ക് തിരക്കായിരുന്നു. ക്യൂ നിന്ന് ഞങ്ങൾ മടുത്തു കേട്ടോ. മടുത്താൽ എന്താ, നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റി. അങ്ങനെ ഒരുപാട് കളിസാധനങ്ങളും കളിപ്പാട്ടങ്ങളും കഴിക്കാനായിട്ടും ഒരുപാടുണ്ടായിരുന്നു ഈ ഉത്സവത്തിൽ. ഞങ്ങളതെല്ലാം നോക്കി കണ്ടും എൻജോയ് ചെയ്തു. പിള്ളേർ ഭയങ്കര ഹാപ്പിയുമായിരുന്നു. അങ്ങനെ കുട്ടികൾക്ക് ഇഷ്ടപ്പെട്ടതിലൊക്കെ കളിപ്പിച്ചതിന് ശേഷം ഞങ്ങൾ വീണ്ടും കറങ്ങാൻ ഇറങ്ങി കേട്ടോ. പോകുന്ന വഴിയിലൊക്കെ ഒരുപാട് സാധനങ്ങൾ കാണാനായിട്ടുണ്ടായിരുന്നു. കണ്ട് കൊതി തീരുന്നേ ഇല്ലായിരുന്നേ. ഈ കൊളംബസ് പോകുന്നത് കണ്ട കൂട്ടുകാരെ, തിരുമ്മയെ കണ്ടിട്ട് തന്നെ പേടിയാവുന്നു കേട്ടോ. ഒരുപാട് സാധനം കളിക്കാനായിട്ടും കഴിക്കാനായിട്ടും ഉണ്ടെങ്കിലും എല്ലാം തന്നെ നമ്മളെ കൊണ്ട് വാങ്ങാൻ പറ്റില്ലല്ലോ. അങ്ങനെ ഞങ്ങൾ ഇഷ്ടപ്പെട്ടത് മാത്രം വാങ്ങാമെന്ന് വിചാരിച്ച് അങ്ങനെ വീണ്ടും ഞങ്ങൾ മുന്നോട്ട് നടന്ന് കുറച്ച് ദൂരം ചെന്നപ്പോൾ ഒരുപാട് പേര് ക്യൂ നിൽക്കുന്നുണ്ടായിരുന്നേ. നോക്കുമ്പോൾ അത് നല്ല ചൂട് ബാദാം മിൽക്ക് കൊടുക്കുന്നുണ്ടായിരുന്നു. എനിക്കത് ഭയങ്കര ഇഷ്ടമൊന്നുമില്ല, എന്നാലും ഫ്രീ ആയിട്ട് കിട്ടുന്നല്ലേ, ഞാനും ഒരു കപ്പൊന്ന് വാങ്ങി കുടിച്ചു. കുറേ ദൂരം നടന്ന് കുട്ടികൾക്കൊക്കെ ഭയങ്കര കാലുവേദന എന്ന് പറഞ്ഞു. അങ്ങനെ ഒരാളൊഴിഞ്ഞ സ്ഥലത്ത് നോക്കി ഞങ്ങൾ അവിടെ കുറച്ച് നേരം നിൽക്കുക. അപ്പോഴത്തേക്കും ചേട്ടായി ഞങ്ങൾക്ക് കഴിക്കാനായിട്ട് സാധനം കൊടുക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അത് വാങ്ങാൻ വേണ്ടി പോയി. ആ സമയത്താണെങ്കിൽ ഞാൻ പിള്ളേരുടെ അടുത്ത് എനിക്ക് എന്താണ് വേണ്ടതെന്നൊക്കെ ചോദിച്ചറിഞ്ഞു കേട്ടോ. അവരും ഒരുപാട് ലിസ്റ്റൊന്നും പറഞ്ഞില്ല, അവർക്ക് ഇഷ്ടപ്പെട്ടത് മാത്രം പറഞ്ഞു. അങ്ങനെ നല്ല ചൂടുള്ള വെജിറ്റബിൾ ബിരിയാണി ചേട്ടായി വാങ്ങിക്കൊണ്ടായിരുന്നു. ഞങ്ങളത് 4 പേരോട് പങ്കിട്ട് കഴിച്ചു. ഭക്ഷണമൊക്കെ കഴിച്ചതിന് ശേഷം ഞങ്ങൾ വീണ്ടും കറങ്ങാനിറങ്ങി. അപ്പോൾ ഈ വീഡിയോൻ്റെ കണ്ടിന്യൂഷൻ അടുത്ത വീഡിയോയിൽ കാണാവേ. അപ്പം മറക്കാതെ സപ്പോർട്ട് ചെയ്യണേ. ബൈ.